ജോമി എവിടെ? കഫറ്റേരിയയിൽ പോയി കോഫി കുടിക്കലും ഈ ഫോൺ നോണ്ടിയിരിക്കലും മാത്രമാണല്ലോ നിന്റെയൊക്കെ പണി. രാവിലെ തന്നെ ചെറിയ മുട്ടി നിൽക്കുകയാണല്ലേ. സാരമില്ല ചൊറിഞ്ഞു ആവശ്യത്തിന് ചൊറിഞ്ഞിട്ട് മടുക്കുമ്പോ ഇവിടെ ഒന്ന് പോയാൽ മതിയേ. ഞാൻ ചൊറിയുന്നതേ കമ്പനി വളരാൻ വേണ്ടിട്ടാ. ഞങ്ങൾ ചൊറിയുന്നതേ കടി വരുമ്പോഴാണ്. ഓ, അല്ലെങ്കിലും തർക്കുത്തരം പറയാൻ നീ വലിയ മിടുക്കനാണല്ലോ. പണ്ടും ചൊറിയാൻ അമ്മായിയും മിടിക്കുകയാണല്ലോ. കണ്ടോ തർക്കുത്തരം? കണ്ട ചൊറി ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ ക്യാബിനിൽ കയറി വന്ന് എന്നോട് നിർത്താൻ പറയാൻ ലേശമെങ്കിലും നാണമുണ്ടോ, ലേശമെങ്കിലും ഉളുപ്പുണ്ടോ മിസ്റ്റർ? എന്റെ ആങ്ങളമാരുടെ പൈസ കൊണ്ടുണ്ടാക്കിയ കമ്പനി അല്ലേ ഇത്? ആണോ? എന്റെ തന്തയുടെ കാശിലുണ്ടാക്കിയ കമ്പനിയോ? അപ്പൊ തന്തയാണോ ആങ്ങളെയാണോ വലുത്? പറ. എനിക്ക് നിന്നോടൊന്നും കിടന്ന് തർക്കിച്ച് സമയം കളയാനൊന്നും ഇല്ല. ഞാൻ വന്ന കാര്യം പറയാം. എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിലേക്ക് ഒരു ആഡ് ചെയ്തു കൊടുക്കണം. ബഡ്ജറ്റ് വളരെ കുറവാണ്. മാക്സിമം ചെലവ് ചുരുക്കി നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ഇതാദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. ഓ, ഇനി മറ്റവനോടും ഞാൻ വന്ന് വിസ്തരിച്ച് വിളമ്പണമായിരിക്കും. മറ്റവന്റെ അടുത്ത് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളൂ. ഒന്ന് ദയവ് ചെയ്ത് പോയി തരൂ. ഞാൻ ഡീറ്റെയിൽസ് മെയിൽ അയക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ആയിക്കോട്ടെ. ജോമി ഒന്ന് വേഗം പാടാ, ഒരു വർക്ക് വന്നിട്ടുണ്ട്. എടി അതെ, അവൻ എന്നോടെ എന്തോ ഒരു ക്രഷ് ഉണ്ടോന്ന് സംശയം. ഏതോപന്? നമ്മുടെ ലാസറിന്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അത്രക്ക് ചീപ്പാണോ അവൻ? എനിക്ക് തോന്നുന്നില്ല. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? അത്രയ്ക്ക് മോശമാണോ ഞാൻ? അല്ല, അവൻ ആ ടൈപ്പ് ആണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കോഫി എനിത്തിങ് എൽസ്? വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടു തരുന്നില്ലല്ലോ. കഫറ്റേരിയ വന്ന് തന്നെ കുടിക്കണ്ടേ? വേണമെങ്കിൽ പറ, കൊണ്ട് തരാം. രേഷ്മ, യു വാണ്ട്? അതെന്താടാ അവിടെ ഒരു സ്പെഷ്യൽ വോണ്ട്? അല്ല, രേഷ്മ ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും വേണ്ട. ഓക്കെ, ബൈ. ഇത് തന്നെ മോളെ. അയ്യേ, എന്തയ്യേ? അവനെ കാണാനൊക്കെ കൊള്ളാലോ. അതല്ലടി, അവനിവിടത്തെ വെറും പ്യൂണല്ലേ. ഓ, നീ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നു അല്ലേ? എടി, നീയും ഞാൻ അവനൊക്കെ ഒരേ വർഗ്ഗം, തൊഴിലാളി വർഗം. അത് നീ മറക്കരുത്. എടി, എന്നും പറഞ്ഞപ്പോ എന്താ? എടി, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? പറ. അതിപ്പോ +2. വെറും വായിത്താളം കൊണ്ടല്ലേ നീ ഇവിടെ പിടിച്ചിരിക്കുന്നത്? അവനെ MBA. അതിനിപ്പോ എന്താണ്? അവൻ നിനക്ക് വളരെ മുകളിലാണ്. ഹലോ. ഹലോ, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് കോൺഫറൻസ് ഉള്ളോ? ശരി, ഇപ്പൊ വരാം. എടി, വന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, വാ. എന്താ മണം? പുതിയ പെർഫ്യൂം ആണ് മീനു. ഇത് നീ വാങ്ങി തന്ന മണ്ട, മറന്നോയാ? അതായിരുന്നു ഇത്. ഞാനത് വിട്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഞം കഴിക്കാനുള്ള പുതിയ ഫുഡ് സ്പോട്ട് കിട്ടി. നീ ഇന്നലെ കൊണ്ടുപോയി ഫുഡ് സ്പോട്ടിന്റെ മേന്മ കാരണേ എനിക്ക് ഇതുവരെ ഒരു വക കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്തോ അത്രയ്ക്ക് രുചിയാണോ? നവീന്ന് പോയില്ല, പല്ല് പൊടി വെച്ചില്ല നീ. വയറിളക്കം ഇതുവരെ നിന്നിട്ടില്ല. അത് ഞാൻ നോക്കൂല. ഹലോ, സല്ലപിച്ച് കഴിഞ്ഞെങ്കിലേ ഇവിടെ രണ്ടുപേരുണ്ട്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, രേഷ്മ, ക്ലയന്റിന്റെ അപ്ഡേറ്റ് പറയൂ. അതൊരു പ്ലാസ്റ്റിക് ജാർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർക്ക് വലിയ ഫാക്ടറിയും ഷോറൂം ഒക്കെ ഉള്ളതാ. അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു വീഡിയോ പ്രസന്ററിയാണ്. അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റിയത്. ബഡ്ജറ്റ് ഒരു 15,000 രൂപ വരെ കിട്ടും. 15,000 കുണുവി? ഞാൻ ഇന്ന് ഈ പട്ടി വർക്കിന് ഇതെങ്കിൽ ഇത് നീ ഇത്തിരി ചുമ്മാ കുറച്ച് കാണല്ലേ. എടാ, ഒരു ആർട്ടിസ്റ്റിന് പെർ ഡേ 25,000 രൂപ വേണം. അപ്പോഴാണ് ഈ 15,000 രൂപ. അതെ, ആ ബഡ്ജറ്റ് ഞാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മേരി ആന്റിയുടെ അടുത്ത് പറയാം ബഡ്ജറ്റ് കുറവാണ്, ഇത് ചെയ്യാൻ പറ്റൂല. അതാണ്, നീ വാ. ഞാൻ വരൂല, എനിക്ക് രാവിലെ ആ തള്ളേരെന്ന് തേച്ച് ഇട്ടിട്ടിരിക്കുകയാണ്, എനിക്ക് വയ്യ. എന്ന് പറഞ്ഞാ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള വഴി ആലോചിക്കും. ഈ 15,000 രൂപയ്ക്ക് ഇവിടെ എന്താ പ്രശ്നമുണ്ടല്ലോ, പറ, ഞാൻ പരിഹരിക്കാം. അതാ വന്ന് പരിഹാരിക്കും. ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, 15,000 രൂപയുടെ ബഡ്ജറ്റ്. നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റൂല. ഇത് പോയി മേരി ആന്റിയുടെ അടുത്ത് പറയണം. പറ്റുവോ? സിമ്പിൾ, ഇത്രയുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് കേട്ടോ. മേരി ഞാൻ പറഞ്ഞ മനസ്സിലായി? ആള് പറയാ.
മാഡം ബുദ്ധിമുട്ടാണ്. 15,000 രൂപയ്ക്ക് പരസ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആര് പറഞ്ഞു? ജോമിയും ടോമിയും പറയാൻ പറഞ്ഞു. അവരിങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. ഓക്കെ. നാണോ ധൈര്യവും ഇല്ലാത്തവന്മാരൊന്നേ കമ്പനി തുടങ്ങാൻ നിൽക്കരുത്. പറ്റൂലെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ. പിന്നെ 15,000 രൂപയ്ക്കൊക്കെ എങ്ങനെ പരസ്യം ചെയ്യും? വരുന്ന ആർട്ടിസ്റ്റിന് മേക്കപ്പിന് മാത്രമാണ് ഇത്രയും കാശ്. സത്യം. നീ മിണ്ടരുത്. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ക്ലയന്റിന്റെ ബഡ്ജറ്റിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 10 രൂപയ്ക്ക് ഒരു മതി കപ്പൽ കിട്ടും, ഒരു പക സ്വർണ്ണം കിട്ടും. അമ്മായി അവന്മാരെ വിളിച്ചിട്ട് റേറ്റ് ഒന്ന് കേറ്റാൻ പറ. നീയൊക്കെ വലിയ മറ്റവന്മാരാണെന്നാണല്ലോ നിന്റെയൊക്കെ വിചാരം. ആ അത് സത്യ. നീ മിണ്ടരുത്. ഞാൻ നിന്നെയൊക്കെ വെല്ലുവിളിക്കുന്നു. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചാടാ ഈ ബഡ്ജറ്റിന്. എന്നാ ഞാൻ നിന്നെയൊക്കെ സമ്മതിച്ചു തരാം. അതാണ്. വേണം ഞാൻ പോവാ. ഓക്കെ, വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഈ റേറ്റിന് ഞങ്ങൾ ചെയ്ത് കാണിക്കും. എങ്ങനെയെങ്കിലും ഈ ബഡ്ജറ്റ് നമ്മൾ ചെയ്ത് കാണിക്കണം. പ്ലാൻ പണ്ട് ഐഡിയുണ്ട്. വെളിയിൽ നിന്ന് ആർട്ടിസ്റ്റ് വന്നാലേ ഇത്രയും പേയ്മെന്റ് ആവും. അതെ. നമ്മളെ ആരെങ്കിലും ആണ് അഭിനയിക്കുന്നെങ്കിലോ? ആര് ആലോചിക്കാം, നീ വാ. ഓക്കെ. ഞാൻ പണ്ട് ഈ നാടകത്തിലൊക്കെ അഭിനയിച്ചാണ്, പക്ഷെ ഇപ്പൊ എന്റെ ടച്ച് പോയി. എന്നാലും ഒരു കൈ നോക്കാം. ടച്ച് പോയെങ്കിൽ അത് പാടായിരിക്കും. നമ്മൾ ചെയ്യരുത്. ഞാനാകുമ്പോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സോ ഫ്രഷ് വെർജിൻ, നോ പ്രോബ്ലം. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അല്ല, ഇതിനൊരു തീരുമാനമായിട്ട് കഴിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും തൈര് ഞാൻ സമ്മതിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഈ പൈസക്കൊക്കെ നിങ്ങൾ ഏക്കോ? ബൈ ബർത്ത് ഞാനൊരു ട്രബിൾ ഷൂട്ടർ ആണ്. ബൈ ബർത്ത് ഞാനൊരു റിസ്ക് ടേക്കർ ആണ്. നിങ്ങൾ ഇത്രയ്ക്കൊക്കെ റിസ്ക് എടുക്കുമ്പോൾ ഈ കമ്പനിയുടെ ഉപ്പും ചോറും നിന്ന് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് എനിക്കൊരു തോന്നല്. ഞാൻ എന്തൊരു ഭാഗ്യം ചെയ്തവരാണല്ലേ ഇത്രയും നല്ലൊരു പാർട്ട്ണർ കിട്ടാൻ. ആക്ച്വലി എന്ത് ചെയ്യാനാണ് മീനുവിന്റെ ആഗ്രഹം? പള്ളുരുത്തി HSS-ൽ ഞാൻ കലാതിലകമായിരുന്നു. അതാണോ ആഗ്രഹം? മരിയഗിരി കോളേജിൽ ഞാൻ ബെസ്റ്റ് ഡാൻസർ ആയിരുന്നു. കണ്ണി കുത്തരുത്. ഒരു കുത്തു കൊള്ളാം. പിന്നെ എന്റെ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. നീ ശ്രദ്ധിക്കാനും പാടില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ ഞാൻ എന്തുകൊണ്ട് യോഗ്യയായി സ്തുതിക്കും. പിന്നെ ഞാൻ ഈ സിറ്റുവേഷനിൽ ഇവിടുന്ന് മാറി നിൽക്കാൻ പാടില്ലാത്തതിനാലും ഞാൻ എന്റെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ഈ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പരസ്യത്തിൽ നിനക്ക് ഇതിൽ അങ്ങ് അഭിനയിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കിത് ആലോചിക്കാവുന്നതാണ് ജോമി. നോക്കാം. അവളെ മൂടാക്കിട്ട് ടോമി ജോമി, എനിക്ക് അടുത്ത മാസം ഒരു 5 days ലീവ് വേണമായിരുന്നു. എന്തിന്? എനിക്കൊരു കോൺടെസ്റ്റ് ഉണ്ട്. എന്തിന്റെ? അറിയില്ല. ഇല്ല. ഞാനൊരു മോഡലാന്നുള്ള കാര്യം അറിയില്ല. ഫാഷൻ കോൺടെസ്റ്റ് ആണോ? ഇത് പുതിയ അറിവാണല്ലോ. ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ഞാനൊരു മോഡലാണ്. കുറെ ഷോസിൽ വിന്നറായിട്ടുണ്ട്. പിന്നെ കുറെ സിനിമാക്കാരും സീരിയലുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്, അതും നായികയായിട്ട്. പക്ഷെ ഞാൻ പോയില്ല. ഐ ഡോണ്ട് ലൈക്ക്. അപ്പൊ ലീവ് തരണേ. പിന്നെ വേണമെങ്കിൽ ഈ ആഡ് ഞാൻ ചെയ്യാം. പേയ്മെന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഹെൽപ്പ്. അങ്ങനെ കണ്ടാ മതി. എവളെ പരസ്യത്തിൽ അഭിനയിപ്പിച്ച എവളെ ഇങ്ങോട്ട് പൈസ തരാൻ പറയണം. ആ മോഡൽ കമ്പനി ചാട്ടൊക്കെ അടിക്കണം. എന്ത് ഛർദിക്കണം? ലാസറേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സൂപ്പർ. ഞാനും ആടൊക്കെ അഭിനയിക്കും കേട്ടോ. വെള്ളം കുടിക്കും. അളിയാ ലോക്കായി. കസേര എവിടെ? എന്തൊരു കഷ്ടോടായത്. നമുക്ക് മാത്രം ഇങ്ങനെയുള്ളത് എന്തിനു വന്നിരിക്കണത്? ഇതിപ്പോ എന്തോ ചെയ്യും? ഒരു വഴിയുണ്ട്.